അപ്പൊ എല്ലാവർക്കും എൻ്റെ നമസ്കാരങ്ങളും പിന്നെ കാലാഷ്ടമി ശുഭാശംസകൾ. അപ്പോൾ കാലാഷ്ടമി എന്ന് പറയുമ്പോൾ കാലഭൈരവന്റെ ദിവസമാണ്. കാലഭൈരവൻ എന്നാൽ എന്താണ്? കാലം, ഭയ, രവ. ഭയ എന്നാൽ ഭയം, രവ എന്ന അകറ്റുന്നവൻ. അപ്പോൾ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം. സമയത്തിന്റെ ഭയം അകറ്റുന്നത് ആരാണോ അവനാണ് കാലഭൈരവൻ. നമ്മളൊക്കെ ഇപ്പോൾ നമ്മൾക്കുണ്ടാവുന്ന ഒരുപാട് ഭയവും നമുക്കുണ്ടാവുന്ന ഒരുപാട് വിഷമപൂരിതമായ ചിന്തകൾ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പിൻകാലത്തെ പറ്റി ആലോചിച്ചിട്ട് അന്ന് അങ്ങനെ സംഭവിച്ചല്ലോ, അങ്ങനെ സംഭവിച്ചതുകൊണ്ട് ഇനി നാളെ ഇങ്ങനെ സംഭവിച്ചേക്കാം, അപ്പൊ അത് വലിയൊരു പ്രശ്നമാവും, ആ ഒരു ഭയം വരും. അല്ലെങ്കിൽ ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടാവില്ല, നാളെ ഇനി എന്തെങ്കിലും പ്രശ്നം പറ്റിയാലോ എന്നിങ്ങനെ ആലോചിച്ച് അങ്ങനെയും ഒരു ഭയം വരും. ആ ഭയം കാരണം എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ നമ്മൾക്ക് ഇന്ന് അല്ലെങ്കിൽ ഈ നിമിഷത്തിൽ നമ്മളുടെ ധ്യാനം ചെലുത്താൻ കഴിയില്ല. അങ്ങനെ ഈ നിമിഷത്തിൽ നമ്മളെ ധ്യാനം ചെലുത്താൻ കഴിയാത്തത് കൊണ്ട് തീർച്ചയായും അടുത്ത നിമിഷം മോശമാവുകയും അതിനടുത്ത നിമിഷം മോശമാവുകയും അങ്ങനെ മോശമായി പോകും. ഈ നിമിഷത്തിൽ നമ്മളുടെ സമ്പൂർണ്ണ ധ്യാനം ചെലുത്തി കഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത നിമിഷം എന്തായാലും മെച്ചമാവും. അപ്പോ ഭാവിയെ പറ്റിയും പിൽക്കാലത്തെ പറ്റിയുള്ള ഭയം അകറ്റുന്ന ഒരു ദൈവമാണ് കാലഭൈരവൻ. അപ്പൊ കാലഭൈരവൻ നിങ്ങളുടെ കാലത്തെ പറ്റിയുള്ള സകല ഭയവും അകറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 4 ശ്ലോകങ്ങളാണ്. 43-ാമത്തെ ശ്ലോകം കർമ്മയോഗ എന്ന് പറഞ്ഞ 3-ാമത്തെ ചാപ്റ്ററിൽ നിന്ന് എടുത്തിരിക്കുന്നു. 1, 2, 3 ശ്ലോകങ്ങള് 4-ാമത്തെ ചാപ്റ്ററിൽ നിന്നാണ്. 4-ാമത്തെ ചാപ്റ്ററിന്റെ പേര് ജ്ഞാനകർമ്മ സന്യാസ യോഗ എന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം പറയാം. അപ്പൊ ആദ്യം 43-ാമത്തെ ചാപ്റ്ററിൽ എന്താ കൊടുത്തിരിക്കുന്നത് നോക്കാം. 43-ാമത്തെ ശ്ലോകം എന്താണെന്ന് നോക്കാം. ഏവം ബുദ്ധേ പരം ബുദ്ധ സംസ്തഭ്യാത്മാനമാത്മന ജാഹി ശത്രു മഹാബാഹോ കാമരൂപം ദുരാസദം. സോ ഇതില് ആദ്യം നമുക്ക് ശത്രു എന്ന വാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ശത്രുക്കൾ എന്തൊക്കെയാ ഉള്ളത്? മനുഷ്യനുള്ള 7 ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, അഹംഭാവം. കാമം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ആവശ്യമുള്ളതിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ നേടണം എന്ന് ചിന്തിക്കുന്നതിനെയാണ് കാമം എന്ന് പറയുന്നത്. അതായത് അങ്ങനെ പറയാം. അതല്ലെങ്കിൽ ഈ പരമാത്മാവിന്റെ ഒരു ആഗ്രഹം ഉണ്ടാവും. ആ ആഗ്രഹത്തിൽ നിന്നും വ്യതിചലിക്കുന്ന എല്ലാ ആഗ്രഹങ്ങളെയും കാമം എന്ന് പറയാം. അപ്പൊ പരമാത്മാവിന്റെ ആഗ്രഹം എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മളുടെ ബുദ്ധി പരമാത്മാവിന്റെ ബുദ്ധിയുമായി ലയിക്കണം. നമ്മൾ ലയിച്ചില്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം പരമാത്മാവിന്റെ തീരുമാനങ്ങളുമായി ലയിക്കില്ല. അപ്പൊ നമ്മൾ ആ തീരുമാനം എടുത്ത് അതിൽ പ്രവർത്തിക്കുമ്പോൾ ആ പ്രവൃത്തി തെറ്റായി പോകും. അപ്പോ ഈ ലോകത്തുള്ള എല്ലാം ദൈവമാണെന്ന് കരുതി നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം എന്നുള്ള ഒരു രീതിയിലാവുമ്പോൾ തീർച്ചയായും നമ്മളുടെ ആഗ്രഹവും പരമാത്മാവിന്റെ ആഗ്രഹവും ഒന്നാകുന്നു. ഇതാണ് കാമം. ക്രോധം എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിച്ചില്ല. നമ്മളുടെ ആഗ്രഹം ഒന്നായിരുന്നു, നമ്മളത് വിശ്വസിക്കുകയും ചെയ്തു. അതായത് അഹം എന്ന് പറയുന്ന അഹം വിശ്വസിച്ചു ഇങ്ങനെയേ നടക്കുള്ളൂ. പക്ഷെ പരമാത്മാവ് വേറൊരു രീതിയിൽ നടത്തി. അപ്പൊ നമ്മൾ വിചാരിച്ച സാഹചര്യം നടക്കാത്തത് കൊണ്ട് നമ്മൾക്ക് എന്ത് പറ്റി? ഇത് ഞാൻ വിചാരിച്ച പോലെ ആയില്ലല്ലോ, ഇത് വേറൊരു രീതിയിലായി. ഈ രീതിയിലായാൽ എന്റെ ഭാവി അല്ലെങ്കിൽ എനിക്ക് ലൗകികമായ സുഖങ്ങൾ കിട്ടില്ല എന്ന അഹത്തിന്റെ ചിന്ത കാരണം അഹം എന്ത് ചെയ്തു? അഹം ക്രോധം ഉണ്ടാക്കി. ആ ക്രോധം വന്ന്
ക്രോധം കാരണം ബുദ്ധി നശിച്ച് നിങ്ങൾ മറ്റുള്ളവരോട് ദേഷ്യത്തിൽ പെരുമാറി, മറ്റുള്ളവരുടെ ശത്രുത നിങ്ങൾ സമ്പാദിച്ചു, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് കൊടുത്തു. ആ ബുദ്ധിമുട്ടിൽ നിന്ന് ആ ബുദ്ധിമുട്ട് പ്രപഞ്ചത്തിലൂടെ പരന്ന് അത് വലിയൊരു ദോഷമായി നിങ്ങളിലോട്ട് തന്നെ തിരിച്ചെത്തി. അങ്ങനെ ഇതാണ് ഈ ക്രോധത്തിന്റെ പ്രധാന ഇത്. ക്രോധം വരുന്നത് നമ്മുടെ ഉള്ളിൽ ഭയമുള്ളത് കൊണ്ടാണ്. അയ്യോ, ഞാൻ വിചാരിച്ചതുപോലെ നടന്നില്ലല്ലോ, അങ്ങനെ നടന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ള ആ ഒരു പേടി കാരണമാണ് നമുക്ക് ക്രോധം ഉണ്ടാവുന്നത്. നമ്മളുടെ ചിന്തകൾ പരമാത്മാവുമായി ലയിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കും, ഓക്കെ, പരമാത്മാവ് ഈ സാഹചര്യമാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് പരമാത്മാവ് ഈ സാഹചര്യം ആഗ്രഹിച്ചു? പരമാത്മാവ് എന്തായാലും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും ആ സാഹചര്യം കൊണ്ടുവന്നിട്ടുണ്ടാവുക. പക്ഷെ അതിൽ നിന്ന് കിട്ടേണ്ട നന്മ എന്താണെന്ന് നമ്മൾക്ക് അറിയാത്തത് കൊണ്ടാണ് നമ്മൾക്ക് ആ സാഹചര്യത്തിൽ ക്രോധം വന്നത്. നമ്മൾ ഒരു 10 മിനിറ്റ് ആ സാഹചര്യത്തെ ഒന്ന് വീക്ഷിച്ചിട്ട് ഇതിൽ നിന്ന് പരമാത്മാവ് എന്നോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം നമ്മുടെ ഉള്ളിൽ ക്രോധം ഇല്ലാതാവുന്നു. നമ്മൾ അവിടെ ഒരു ജ്ഞാനം നേടുന്നു. ആ ജ്ഞാനം വഴി നമുക്കൊരു സന്തോഷം ഉണ്ടാവുന്നു. ഇനി ലോഭം എന്താ? ലോഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നമ്മളുടെ സൗകര്യത്തെക്കാളിലും നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ള സൗകര്യങ്ങളെക്കാളിലും കൂടുതൽ വസ്തുക്കൾ ആർജിച്ചു വെക്കാനുള്ള ഒരു മനോഭാവം. നമുക്ക് ജീവിക്കാൻ 1 കിലോ സ്വർണം മതിയെങ്കിൽ 10ഉം 100ഉം കിലോ സ്വർണം എടുത്തു വെക്കാനുള്ള ഒരു പ്രവണത. ആ പ്രവണതയും ഭയം കൊണ്ട് എന്ന് പറയാൻ പറ്റും. ഭയം കൊണ്ടും വരും, അല്ലാതെ പ്രപഞ്ചത്തിലുള്ള ദുഷ്ടശക്തികൾ, അതായത് ഇത്രയും വസ്തുക്കൾ എൻ്റെ അടുത്തുണ്ടെങ്കിൽ മറ്റുള്ളവർ എന്നെ വലുതായി കാണും. അവിടെയും അഹമാണ് പ്രശ്നം. ഈ അഹത്തെ വലുതായി സമൂഹം കാണണം എന്നൊരു ചിന്തയാണ് വരുന്നത്. നമ്മൾ ജനിച്ച് നമ്മളുടെ പിതാക്കളോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാരോ തന്ന പേരാണ് ഈ അഹം. അതിനു മുന്നേ നമ്മൾ ആരായിരുന്നു എന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ മരിക്കുമ്പോ ആ നിമിഷം ഈ അഹം എന്ന ആ വ്യക്തി മരിച്ചു. പിന്നെ ആത്മാവാണ് സ്വർഗത്തിൽ പോകുന്നത്. അപ്പോ ജനിക്കുമ്പോ തൊട്ടിട്ട് മരിക്കുന്ന ആ ഒരു ചെറിയ കാലയളവിൽ മാത്രമേ ഈ അഹം ഉള്ളൂ. ആ അഹത്തിനെ എല്ലാവരും ബഹുമാനിക്കണം. അങ്ങനെ ബഹുമാനിക്കണമെങ്കിൽ ആ അഹത്തിന് ഒരുപാട് സ്വത്തും ആ അഹത്തിന് വസ്തുപരമായ ഒരുപാട് കാര്യങ്ങൾ വേണമെന്നുള്ളൊരു ചിന്ത കൊണ്ട് ഒരുപാട് വസ്തുക്കളെ ആർജിക്കാൻ നോക്കുകയാണ്. അങ്ങനെയുള്ള ആ മനോഭാവത്തെയാണ് ലോഭം എന്ന് പറയുന്നത്. അങ്ങനെ ആർജിക്കാൻ നോക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നാണ് ആ സാധനം എടുക്കുന്നത്. അങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് ആ സാധനം എടുക്കുമ്പോൾ അവർക്ക് നഷ്ടം ഉണ്ടാവുകയും ആ നഷ്ടം പ്രപഞ്ചം മൊത്തം പടർന്ന് അത് വലിയൊരു ദോഷമായി നിങ്ങളിലോട്ട് തിരിച്ചു വരികയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ലോഭം. മോഹം ഓൾറെഡി മറ്റു ശ്ലോകങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ശ്ലോകം 40 തൊട്ട് 42 വരെയുള്ളത് നോക്കാം. അതിൽ പറഞ്ഞിട്ടുണ്ട് അതിയായ മോഹം, അതായത് അഹത്തിന്റെ മോഹമാണത്. പ്രപഞ്ചത്തിന്റെ മോഹമല്ല, അഹത്തിന്റെ മോഹം. പ്രപഞ്ചത്തിന്റെ മോഹം അഹത്തിന്റെ മോഹം രണ്ടാവുമ്പോ എന്ത് പറ്റും? അതിൽ തന്നെ മറ്റുള്ളവരെ നശിപ്പിക്കണമെന്ന പാപമാനമായ മോഹം അത് വീണ്ടും ഹാനികരമാവുന്നു. അപ്പൊ മോഹവും നമുക്ക് ദോഷമാണ്. മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബുദ്ധിയിൽ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു ഗ്രന്ഥിയുണ്ട്. അത് ഇംഗ്ലീഷിൽ ഡോപ്പമിൻ എന്ന് പറഞ്ഞ ഒരു വസ്തു ഉണ്ടാക്കുന്നുണ്ട്. അപ്പോ നമ്മള് സാധാരണ സ്ഥിതിയിലിരിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിയിൽ ഒരു തുള്ളി ഡോപ്പമിൻ ആണ് ഉണ്ടാക്കുന്നത് എങ്കിൽ നമ്മൾ സന്തോഷിക്കുമ്പോൾ അത് 10 തുള്ളി ഡോപ്പമിൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഒരു തുള്ളിയിൽ നിന്നും 10 തുള്ളി ആയി ഡോപ്പമിൻ മാറുമ്പോഴാണ് നമുക്ക് നമ്മളുടെ ബുദ്ധി മനസ്സിലാക്കുക, ഓക്കെ, സന്തോഷിക്കേണ്ട സമയമാണ്. അപ്പൊ നമുക്കൊരു സന്തോഷത്തിന്റെ ഒരു അനുഭൂതി ലഭിക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് സാധനങ്ങളുണ്ട്.
ഈ സാധനങ്ങൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ 10 തുള്ളിക്ക് പകരം 20 തുള്ളി ഡോപ്പമിൻ ഉണ്ടാക്കും. അപ്പോ നമ്മള് മദ്യം, മയക്കുമരുന്നുകള്, ധൂമ്രപാനം, അങ്ങനെ എല്ലാ ലഹരി വസ്തുക്കളും എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ 20 തുള്ളി ഡോപ്പമിൻ നമ്മുടെ ബുദ്ധിയിൽ ഉണ്ടാക്കുന്നു. അങ്ങനെ 20 തുള്ളി ഡോപ്പമിൻ ഉണ്ടാക്കുമ്പോൾ എന്ത് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ സ്ഥിതിയിലായിരിക്കുമ്പോൾ അത് 1 തുള്ളി ആയിരിക്കും. അപ്പോ 1 തുള്ളിയിൽ നിന്നും നമുക്കൊരു സന്തോഷം ഉണ്ടാകുമ്പോൾ അത് 10 തുള്ളി ഡോപ്പമിൻ ഉണ്ടാക്കുന്നു. പക്ഷെ നമ്മുടെ ബുദ്ധി എന്താ പറയണെന്ന് പറഞ്ഞാൽ 20 തുള്ളി ഡോപ്പമിൻ വന്നാൽ മാത്രമേ ഞാൻ സന്തോഷിക്കുള്ളൂ എന്ന് പറയുന്നത്. അപ്പോ സാധാരണ സന്തോഷം ലഭിക്കേണ്ട കാര്യങ്ങളിൽ നമ്മൾക്ക് സന്തോഷം ലഭിക്കുന്നില്ല. നമ്മൾക്ക് ആ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ മാത്രമേ സന്തോഷം ലഭിക്കുന്നുള്ളൂ. കാരണം 20 തുള്ളി ഡോപ്പമിൻ ഉണ്ടായതിനു ശേഷം ശരിക്കും സന്തോഷം വരേണ്ട സാഹചര്യങ്ങളിൽ പോലും നമ്മളുടെ ബുദ്ധി എന്താ പറയുന്നത് പറഞ്ഞാൽ ഇത് സന്തോഷം വരേണ്ട ഒരു കാര്യമല്ല. കാരണം അങ്ങനെ സന്തോഷം വരേണ്ട കാര്യമായിരുന്നെങ്കിൽ 20 തുള്ളി ഡോപ്പമിൻ ഉണ്ടാക്കിയേനെ. പക്ഷെ ഒരിക്കലും ഒരു സാഹചര്യത്തിനും നമ്മളുടെ ബുദ്ധിക്ക് 20 തുള്ളി ഡോപ്പമിൻ ഉണ്ടാക്കാൻ കഴിയില്ല. ഒരു സാഹചര്യത്തിൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പതിയെ 10 തുള്ളി ഡോപ്പമിൻ സന്തോഷം വരുത്തുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ കൊണ്ടുവരണം. അതിന് നമ്മൾ ഈ ലഹരി വസ്തുക്കളെല്ലാം വർദ്ധിച്ച് 10 തുള്ളി ഉണ്ടായാൽ സന്തോഷമാണ് എന്ന് ബുദ്ധിയെ വീണ്ടും പറഞ്ഞ് പഠിപ്പിക്കണം. അതിലും കൂടുതൽ സന്തോഷം, 1 തുള്ളിയിൽ തന്നെ സന്തോഷം ഉണ്ടാക്കാനുള്ള വഴികളാണ് ആത്മീയ വഴികൾ. ആത്മീയ വഴിയിൽ നിങ്ങൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 തുള്ളി, അതായത് സാധാരണ കാര്യങ്ങൾ പോലും ആനന്ദം ഉണ്ടാക്കും. അതാണ് മതം. മാത്സര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അഹം എന്ന ആള് എപ്പോഴും ഉന്നതിയിലിരിക്കണം. അഹത്തെ ആരും കടത്താൻ പറ്റില്ല. അത് എന്തുകൊണ്ടാണ് വരുന്നത്? ചുറ്റുമുള്ള ആൾക്കാര് എന്നെക്കാളും വളർന്നു കഴിഞ്ഞാൽ അവർ വളർന്നതിന് ശേഷം അവർ എന്നെ നശിപ്പിക്കും എന്ന ചിന്ത കൊണ്ടാണല്ലോ മറ്റുള്ളവർ വളരുന്നത് കാണുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവുന്നത്. നമ്മൾ എല്ലാവരെയും ദൈവമായി കണ്ടാൽ, എല്ലാവരെയും പരമാത്മാവായി കണ്ടാൽ എന്ത് സംഭവിക്കും? മറ്റുള്ളവർ വളരുമ്പോൾ നമ്മൾ പരമാത്മാവായി കാണുമ്പോൾ അവർക്ക് അത്രയും ഭക്തിയും സ്നേഹവും കൊടുക്കണം. അത്രയും ഭക്തിയും സ്നേഹവും കൊടുക്കുന്ന സമയത്ത് അവർ എന്തായാലും നമ്മളെ സഹായിക്കും. അങ്ങനെ സഹായിക്കുകയാണെങ്കിൽ അത് നല്ലത്. സഹായിച്ചില്ലെങ്കിലും അവര് വളരുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവില്ല. അങ്ങനെ ഒരു വിഷമം ഉണ്ടാവാതിരുന്ന ആ വിഷമിക്കുന്ന സമയം നമ്മുടെ വളർച്ചയ്ക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനിയിപ്പോ നിങ്ങൾ അങ്ങനെ ഭക്തി കൊടുക്കുന്നത് നിങ്ങളെ നശിപ്പിക്കാൻ ശരിക്കും ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെന്ന് വിചാരിക്കുക. നിങ്ങൾ അവരെ ദൈവമായിട്ട് കാണുന്നത്. അപ്പോൾ ദൈവമായിട്ട് കാണുമ്പോൾ നിങ്ങൾ അവരത്രയും മനസ്സിലാക്കുമ്പോൾ അവരുടെ പ്രവർത്തികൾ നിങ്ങൾക്ക് നാശം വരുത്തുന്നതാണെന്നുള്ളൊരു ചിന്ത വരുമ്പോ അത് അവർ ദൈവമാണ്. അപ്പൊ ആ ദൈവം നമ്മളെ പരീക്ഷിക്കാനായി ഈ സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാട് വരികയും അതുവഴി നിങ്ങൾക്ക് അവരോട് ക്രോധം തോന്നില്ല. ക്രോധം തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബുദ്ധി നശിക്കും. നിങ്ങൾ അവരോട് പ്രതികരിക്കുന്നത് വളരെ തെറ്റായിരിക്കും. അതിൽ നിന്നും വലിയ 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 തെറ്റുകൾ ഉണ്ടാവും. പകരം ദൈവം അവരുടെ രൂപത്തിൽ വന്ന് നിങ്ങളെ പരീക്ഷിക്കാന്ന് നിങ്ങൾ ചിന്തിച്ച് എന്ത് പറ്റും? നിങ്ങളുടെ മനസ്സ് ശാന്തമാവുകയും നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ അവരുടെ ചതിക്കുഴികളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഭഗവാന്റെ കൃഷ്ണ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ഭഗവാൻ ആ വലിയ പരബ്രഹ്മത്തിന്റെ ബുദ്ധിയും നമ്മളുടെ ബുദ്ധിയും ലയിക്കണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലും മറ്റുള്ളവരുടെ ഉള്ളിലും ആ വലിയ ബുദ്ധിയാണ് ഉള്ളത് എന്ന ഒരു വിശ്വാസം വരുത്തേണ്ടിയിരിക്കുന്നത്. ചുറ്റുമുള്ള എല്ലാം ഭഗവാനാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് ആ ഭഗവാനോട് നമ്മൾ സ്നേഹിക്കുകയും അത്യർത്ഥം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും ഭക്തി പ്രകടിപ്പിക്കുകയും ചെയ്യണം. അപ്പോൾ ഇതോടെ നമ്മുടെ 3ാമത്തെ പാഠം അവസാനിച്ചിരിക്കുന്നു. നമ്മൾ 4ാമത്തെ പാഠത്തിലോട്ട് പോകുന്നു. അപ്പൊ 4ാമത്തെ പാഠം എന്താണെന്ന് പറഞ്ഞാൽ ജ്ഞാന കർമ്മ സന്യാസ യോഗ. അപ്പോ നമ്മളുടെ ജീവിതം അങ്ങനെ പോകുന്നത്, നമ്മൾ ആദ്യം വിദ്യാലയങ്ങളിൽ പോയി അവിടെയുള്ള പുസ്തകങ്ങളിൽ നിന്നും
അവിടെയുള്ള അധ്യാപകരിൽ നിന്നും പത്രങ്ങളിൽ നിന്നും മറ്റ് പുസ്തകങ്ങളിൽ നിന്നും പാഠപുസ്തകങ്ങളിൽ നിന്നും എല്ലാം നമുക്ക് ഒരു ജ്ഞാനം ഉണ്ടാവുന്നുണ്ട്. ആ ജ്ഞാനം ഉപയോഗിച്ച് നമ്മൾ ജോലി ചെയ്യുന്നു. ആ ജോലി ചെയ്യുമ്പോൾ ഓരോ ആൾക്കാരും ഒരേ ജോലി ചെയ്താലും അവർക്ക് ലഭിക്കുന്ന ജ്ഞാനം വേറെ വേറെ ആയിരിക്കും. കാരണം ഓരോ ആൾക്കാരുടെ ബുദ്ധിയും വേറെ വേറെയാണ്. അപ്പൊ അങ്ങനെ വേറെ വേറെ ആയിട്ടുള്ള ബുദ്ധികളിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ അവരുടേതായിട്ടുള്ള ജ്ഞാനം ലഭിക്കുന്നു. അത് നമ്മൾ ഈ പാഠപുസ്തകങ്ങളിൽ നിന്നും പഠിച്ച ജ്ഞാനത്തെക്കാളും വളരെ വ്യത്യാസമായിരിക്കും. ഇനി അങ്ങനെ പഠിച്ച് നമുക്കൊരു ജ്ഞാനം കിട്ടി. ആ ജ്ഞാനം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കും. നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾക്ക് കൂടുതൽ ജ്ഞാനം കിട്ടും. നമ്മൾ പഠിച്ച കാര്യം വേറൊരാൾക്ക് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ആ ബുദ്ധിക്ക് ഈ ജ്ഞാനം പകരുമ്പോൾ നമ്മൾക്ക് കൂടുതൽ ജ്ഞാനം ലഭിക്കുന്നു. ആ ജ്ഞാനവും ഈ കർമ്മത്തിൽ നിന്ന് ലഭിച്ച ജ്ഞാനവും വ്യത്യാസമായിരിക്കും. ഇത് നമ്മൾ മറ്റുള്ളവർ, അതായത് സന്യസിക്കുക എന്ന് പറയാം. അതായത് സന്യസിക്കുക എന്ന് പറഞ്ഞാൽ ത്യാഗം ചെയ്യുക എന്നാണ് അർത്ഥം. ഒന്നും പ്രതീക്ഷിക്കാതെ മറ്റൊരാൾക്ക് അയാൾ മനസ്സിലാക്കണം എന്ന രീതിയിൽ അതിനെ പഠിപ്പിക്കുമ്പോൾ ആ എന്തെങ്കിലും കൊടുക്കുകയോ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുകയോ ചെയ്യുക, അതിനെയാണ് സന്യാസം എന്ന് പറയാം. നമ്മളിപ്പോ നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു, ഈ കാര്യം കൊണ്ട് മറ്റൊരാൾക്ക് ഒരു നന്മ വരണമേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചാൽ കൂടി നിങ്ങൾ ചെയ്യുന്ന ആ കർമ്മം സന്യസ്യമാണ്. നിങ്ങൾ ഒരു സന്യാസ കർമ്മമാണ് ചെയ്യുന്നത്. അങ്ങനെ സന്യസ്യ കർമ്മം ചെയ്യുന്നത് വഴി കൂടുതൽ ജ്ഞാനം ലഭിക്കുന്നു. അപ്പൊ ഈ 3 ജ്ഞാനത്തിന്റെ വ്യത്യാസവും ഗുണങ്ങളും കാര്യങ്ങളും എല്ലാമാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോ ശ്ലോകം 1 എന്താ പറയുന്നത് നോക്കാം. ശ്ലോകം 1 പറയുന്നത്, ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത് ഒരു സംസ്ഥാനത്താണ്, കേരളം. അതുള്ളത് ഒരു രാജ്യത്താണ്, ഇന്ത്യ. ആ ഇന്ത്യ ഉള്ളത് ഒരു ഭൂഖണ്ഡത്തിലാണ്, ഏഷ്യ. ആ ഭൂഖണ്ഡം ഉള്ളത് ഒരു ഗ്രഹത്തിലാണ്, ഭൂമി. ഈ സംസ്ഥാനത്തിനൊരു നേതാവുണ്ട്, രാജ്യത്തിനൊരു നേതാവുണ്ട്. ഭൂഖണ്ഡത്തിന് നേതാവ് ഉണ്ടോ എന്നുള്ളത് അറിയില്ല, ഭൂമിക്ക് നേതാവ് ഉണ്ടോ എന്നുള്ളത് അറിയില്ല. ഈ കുറേ ഗ്രഹങ്ങൾ ചേർന്ന ഒരു സംഭവം ഉണ്ടാവും, അതിനൊരു നേതാവ് ഉണ്ടോന്ന് അറിയില്ല. അങ്ങനെ പ്രപഞ്ചത്തിലുള്ള എല്ലാ ഗ്രഹങ്ങളുടെയും അധീപനായിട്ട് ഒരാളുണ്ടാവും, അതൊരു നേതാവായിരിക്കും. അപ്പോ ഭഗവാൻ കൃഷ്ണ ഈ ഭഗവത്ഗീത എന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, ഇത് നടക്കുന്ന സമയത്ത് ഈ ഭൂമിയുടെ നേതാവായിരുന്നു ഇക്ഷവാഹു. അതേപോലെ ഈ കുറേ ഭൂമികളുടെ നേതാവായിരുന്നു വൈശവൻ, വിവാസവൻ എന്ന് പറയുന്ന ആ രാജാവ് ജീവിച്ചിരുന്നത് സൂര്യൻ നക്ഷത്രമാണ് എന്നാണ് പറയുന്നത്. പക്ഷെ സൂര്യൻ ഒരു ഗ്രഹമാണ്, ആ ഗ്രഹത്തിന്റെ ഉള്ളിലാണ് വിവാസവൻ ജീവിക്കുന്നത് എന്നാണ് പറയുന്നത്. ആ വിവാസവൻ അതേപോലെ ഈ പ്രപഞ്ചത്തിലുള്ള, ഈ ഭൂമിയിലുള്ളതല്ല, ഈ പ്രപഞ്ചത്തിലുള്ള മനുഷ്യരാശികളിലെ ഏറ്റവും ആദ്യത്തെ മനുഷ്യനായിരുന്നു മനുവാണ് ആദ്യത്തെ മനുഷ്യൻ പ്രപഞ്ചത്തില്. അപ്പോ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ വിദ്യ ആദ്യം വിവസ്വന് പറഞ്ഞു കൊടുത്തു, വിവസ്വൻ മനുവിന് പറഞ്ഞു കൊടുത്തു, മനു ഇക്ഷവാഹുവിന് പറഞ്ഞു കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോ ഇതിൽ നിന്നും ഇതൊരു ശാസ്ത്രീയപരമായിട്ട് എത്രത്തോളം മനുഷ്യരാശി കണ്ടുപിടിച്ചിട്ടില്ലെങ്കിലും പറയപ്പെടുന്നത് വിവസ്വൻ എന്ന് പറയുന്ന ആള് ആദ്യം മനുവിന് പറഞ്ഞു കൊടുത്തു എന്നാണ് പറയുന്നത്. ആദ്യം മനു ഈ ഭൂമിയുടെ നേതാവായ, അതായത് രാമന്റെ പൂർവജനായ ഇക്ഷവാഹുവിന് പറഞ്ഞു കൊടുത്തു എന്നാ പറയുന്നത്. അപ്പോൾ
മനു എന്ന് പറയുന്ന, അപ്പോ മറ്റ് ഗ്രഹങ്ങളിലും മനുഷ്യരുണ്ടാവാം എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. കാരണം മറ്റ് സകല ഈ പ്രപഞ്ചത്തിലുള്ള ഏതൊക്കെ ഗ്രഹങ്ങളിലുള്ള മനുഷ്യരുണ്ടോ അവരുടെ എല്ലാവരുടെയും നേതാവായ മനു ഭൂമിയിലെ മനുഷ്യരുടെ നേതാവായ ഇക്ഷവാഹുവിന് പറഞ്ഞു കൊടുക്കുന്ന മറ്റ് ഈ പ്രപഞ്ചത്തിൽ വേറെ ഗ്രഹങ്ങളിലും മനുഷ്യരുണ്ട് എന്നാണ് ഈ ശ്ലോകം പറയുന്നത്. ഇനി ശ്ലോകം 2 എന്താ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോ ഈ പരമാത്മാവും ഉണ്ട്, നമ്മളുടെ ബുദ്ധിയും ഉണ്ട്. നമ്മളുടെ ബുദ്ധിയും പരമാത്മാവും ഒന്നായാൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയാവുകയുള്ളൂ. അപ്പോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാവണമെങ്കിൽ നമ്മൾ പരമാത്മാവ് ഈ ഭൂമിയിൽ പറഞ്ഞിട്ടുള്ള നിയമങ്ങൾ നമ്മൾ പാലിക്കണം. ആ നിയമങ്ങള് എന്തിനാണ് ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത്? ഗുരുത്വാകർഷണം എന്ന് പറയുന്ന ഒരു നിയമം പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. അതുപോലെ കോടാനുകോടി നിയമങ്ങൾ പരമാത്മാവ് പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതെന്തിനാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? നമ്മളുടെ ബുദ്ധി ഈ 7 ശത്രുക്കളെയും തോൽപ്പിച്ച്, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ മനുഷ്യന്മാരുടെ ബുദ്ധികളും ഈ 7 ശത്രുക്കളെയും തോൽപ്പിച്ച് അതിനെ അതിജീവിച്ച് എല്ലാവരും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു സ്ഥിതി വരുത്തണം. അങ്ങനത്തെ ഒരു സ്ഥിതിക്കായിട്ടാണ് ഈ നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഈ നിയമങ്ങൾ കാരണം നമ്മളുടെ ജീവിതത്തിൽ സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ആ സാഹചര്യങ്ങൾ വഴി നമ്മൾ ഈ ജ്ഞാനം നേടുകയും ചെയ്യും. അപ്പോ ഈ ജ്ഞാനം ഓരോ രാജാക്കന്മാരും നേടുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാകുമ്പോൾ ആ രാജാക്കന്മാർ എന്ത് ചെയ്യും? ആ രാജാക്കന്മാർ അവരുടെ രാജ്യത്തിന്റെ നിയമമായി സ്ഥാപിക്കും. അങ്ങനെ അവരുടെ രാജ്യത്തിന്റെ നിയമമായി സ്ഥാപിച്ചാൽ എന്ത് പറ്റും? ആ രാജ്യത്തുള്ള എല്ലാവരും ഈ നിയമം ഫോളോ ചെയ്യുകയും അങ്ങനെ ആ രാജ്യം സമ്പന്നമാവുകയും ചെയ്യും. അപ്പൊ രാജാക്കന്മാര് ഇത് നിയമമായി സ്ഥാപിക്കണമെങ്കിൽ ആദ്യം അവര് ഇതിനെ ഉൾക്കൊള്ളണം. അതായത് രാജാവിന്റെ മനസ്സും പരമാത്മാവിന്റെ മനസ്സും ഒന്നായി, താൻ രാജാവാണ് എന്നുള്ള അഹങ്കാരം ഇല്ലാതെ, തനിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യണം എന്നില്ലാതെ സന്യസ്യ മനോഭാവത്തോടെ അല്ലെങ്കിൽ ത്യാഗ മനോഭാവത്തോടെ ഒരു രാജാവ് പ്രജകൾക്കായി കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ രാജാവിനെയാണ് രാജഋഷികൾ എന്ന് പറയുന്നത്. അങ്ങനെ രാജഋഷികളായിട്ടുള്ള ആൾക്കാർ ഭരിച്ച സ്ഥലങ്ങളും അവരുടെ പേരും എന്നും നിലനിൽക്കും. മഹാബലി തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം. മഹാബലി ത്യാഗ മനോഭാവത്തോടെ തന്റെ പ്രജകൾക്ക് നന്മ വരുത്തണം എന്ന രീതിയിൽ പ്രവർത്തിച്ചത് കൊണ്ട് ഇന്നും മഹാബലിയെ നമ്മൾ ഓർക്കുന്നു. അപ്പോ ഇങ്ങനെ ഇത് മഹാബലി ഈ കൃഷ്ണന്റെ നിയമങ്ങൾ അല്ലെങ്കിൽ ഈ നിയമങ്ങളെല്ലാം, ഈ ജ്ഞാനം അറിഞ്ഞോ അറിയാതെയോ മഹാബലി പ്രാവർത്തികമാക്കി. അങ്ങനെ പ്രാവർത്തികമാക്കിയ രാജഋഷികളിൽ നിന്നും കൈമാറി വന്ന നിയമം തെറ്റി, അതായത് അധികം മനുഷ്യര് തുടരാതിരിക്കുന്ന സമയങ്ങളിൽ എന്ത് സംഭവിക്കും? ആ സമയങ്ങളിലായിരിക്കും മഹാഭാരത യുദ്ധങ്ങൾ സംഭവിക്കുക. അങ്ങനെ മഹാഭാരത യുദ്ധം സംഭവിച്ചത് കൊണ്ടാണ് അർജുന, നീ കാരണക്കാരനല്ലാഞ്ഞിട്ട് പോലും നീ ഇവിടെ യുദ്ധം ചെയ്യേണ്ടി വരുന്നത്. അപ്പോ മുന്നേ അർജുനൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, ഞാൻ കാരണക്കാരനല്ലാഞ്ഞിട്ട് പോലും എന്തിനാണ്, ഞാൻ എന്ത് പാപം ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ വന്നത്? അർജുനൻ പാപം ചെയ്തുകൊണ്ടല്ല, ഈ നിയമങ്ങൾ തെറ്റിക്കപ്പെട്ടിരിക്കുന്നു. ആ കാലഘട്ടത്തിൽ അവിടെ ജീവിച്ച ആൾക്കാർ ഈ നിയമങ്ങൾ മറന്നു തുടങ്ങിയപ്പോഴാണ് അത് പ്രപഞ്ചത്തിന് തന്നെ സംഹാരമാവും എന്നൊരു അവസ്ഥ വന്നപ്പോ സംഹാര ശക്തികൾ, പ്രപഞ്ചം തന്നെ സംഹാര ശക്തികളെ സൃഷ്ടിക്കും. അങ്ങനെ സംഹാര സൃഷ്ടിയാണ് അർജുനൻ. അങ്ങനെ സംഹാര സൃഷ്ടി ആ പ്രപഞ്ചത്തിന് വിനാശമായിട്ടുള്ള കാര്യങ്ങളെ എല്ലാം എന്ത് ചെയ്തു? നശിപ്പിച്ചു. ഇനി ശ്ലോകം
മൂന്ന് എന്താ പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ എന്നിട്ട് കൃഷ്ണൻ പറയാണ്, നീ എന്റെ സുഹൃത്തും ഇങ്ങനെ പരമ്പരയായി ഇപ്പൊ ഇക്ഷ്വാകുവിൽ നിന്നെല്ലാം വന്ന ജ്ഞാനമാണ്. ഇക്ഷ്വാകുവിൽ നിന്ന് രാമന് വന്നിട്ടുണ്ടാവും. അതായിരിക്കും രാമൻ അതുപോലെ ഈ നിയമങ്ങളെല്ലാം പ്രാവർത്തികമാക്കിയതും രാമരാജ്യം സൃഷ്ടിച്ചതും. അങ്ങനെ വന്ന കാര്യങ്ങൾ എന്തുപറ്റി? നീ എന്റെ സുഹൃത്തും എന്റെ പരമഭക്തനും ആയത് കൊണ്ടാണ് ഞാൻ ഈ ജ്ഞാനം നിനക്ക് തരുന്നത് എന്നാ പറയുന്നത്. അപ്പോ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? ഭഗവാനെ നമ്മൾ സുഹൃത്തായി കാണുകയും ഭഗവാന്റെ പരമഭക്തനാവുകയും ചെയ്താൽ നമ്മൾക്കും ഈ ജ്ഞാനം ലഭിക്കും. അല്ലെങ്കിൽ നമ്മളുടെ ഉപബോധ മനസ്സിന് ഈ ജ്ഞാനം ലഭിച്ചതിന് ശേഷം നമ്മുടെ കർമ്മങ്ങളെല്ലാം ഈ ജ്ഞാനം ലഭിച്ച ഒരു ബോധം ചെയ്യുന്ന രീതിയിലായിരിക്കും ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയാവും. അപ്പം ഭഗവാനെ നമ്മൾ സുഹൃത്തും ഭഗവാനോട് അത്രയും ഭക്തി കാണിക്കും. ഭഗവാൻ എന്താ? ഭഗവാൻ എന്ന് പറയുന്നത് ഈ ബ്രഹ്മമാണ്. നമ്മുടെ ചുറ്റുമുള്ള എല്ലാ മനുഷ്യരും, നമ്മളുടെ കുടുംബം, നമ്മളുടെ സുഹൃത്തുക്കൾ, നമ്മളുടെ അധ്യാപകർ, നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാർ, ഈ ഭൂമിയിലുള്ള ആൾക്കാർ, ഈ ഭൂമിയിലുള്ള സകല ചരാചരങ്ങൾ, ഈ ഭൂമിയിലുള്ള പഞ്ചഭൂതങ്ങൾ, അതായത് വെള്ളം, വായു, അഗ്നി, സൂര്യൻ. അതുകൊണ്ടാണ് നമ്മളുടെ പിതൃക്കന്മാർ ഇവരെ എല്ലാം പ്രാർത്ഥിച്ചിരുന്നത്. കർമ്മം, സമയം, കാലം, മരണം, അങ്ങനെയുള്ള ഓരോരോ എല്ലാ കാര്യങ്ങളെയും, ഈ നമ്മുടെ ചുറ്റും നടക്കുന്ന ഓരോ കാര്യങ്ങളെയും ദൈവമായി കണ്ടു. അതിന് അത്രയും ഭക്തി കൊടുത്തു. ചുറ്റുമുള്ള എല്ലാ വസ്തുക്കൾക്കും, പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ജലം, അഗ്നി, വായു, ഇവരെ എല്ലാം ദൈവമായി കണ്ടു. അതിന് അത്രയും ഭക്തി കൊടുത്തു. ചുറ്റുമുള്ള എല്ലാ മനുഷ്യരെയും ദൈവമായി കണ്ടു. അവർക്കെല്ലാം അത്രയും ഭക്തി കൊടുത്തു. എൻ്റെ ഉള്ളിലും ദൈവമുണ്ട് എന്ന് അവർ വിശ്വസിച്ചു. സ്വയം അത്രയും ഭക്തി കൊടുത്തു. അങ്ങനെ ഭക്തിയോടുകൂടി ജീവിതത്തെ കാണുകയും പ്രപഞ്ചത്തെ കാണുകയും ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഭക്തി മനോഭാവം വരികയും മറ്റുള്ളവർക്ക് നന്മ ചെയ്യണമെന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തത് കൊണ്ടാണ്, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടം ഒരുപാട് വളർന്നിട്ടുണ്ടാവും. അവിടെ ഒരുപാട് സമൃദ്ധി ഉണ്ടായിരിക്കണം, സമൃദ്ധി സംഭവിക്കും. അപ്പോ നമ്മള് ഈ പരമാത്മാവിനെ നമ്മുടെ സ്വന്തം സുഹൃത്തായി കാണുകയും പരമാത്മാവിന് അത്രയും ഭക്തി കൊടുക്കുകയും ചെയ്യണം. അങ്ങനെ കൊടുക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമോ നാരായണ.